എക്സ്ക്യൂസ് മീ, എസ് ഐ ഉണ്ടോ? ഉണ്ട്. അകത്ത് 2 പ്രതികളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഓ അത് ശരി. ആരോടത്തെ എസ് ഐ? മറിയാമ്മ സാറാ. ഓ മറിയാമ്മ. അല്ല അവരാര് പറഞ്ഞ കേക്കും? ആര് പറഞ്ഞാലും കേക്കും. മാഡത്തിന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ ടി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. നിഷ്കളങ്കയും നിർധനയുമായ 14 വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയയാക്കിയ ഈ പ്രതികൾ. ആരാ? എന്താ വേണ്ടേ? ഒരു മിനിറ്റ്. യൂസ് ചെയ്യും. ആക്ച്വലി ഐ മീൻ എന്താണോ പരുകുന്നേ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നേ. പവൻ കെ മേനോൻ. പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായി? അറിയാമയാടോ. ദേ, താൻ പണ്ടേ എസ് എൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ BSc പഠിച്ചിരുന്ന മറിയാമ്മ. ഓ മറിയാമ്മ തോമസ്. ഫിസിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് അങ്ങേരുടെ ഭാര്യ ഓടിച്ചിട്ടല്ലേ? ഞങ്ങൾ ആരോടും പറയില്ല. അവിടെ പോയി നിൽക്കണം. സോറി, കിളവൻ കേട്ട് ഞാൻ കണ്ട ഇമോഷൻ. അല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ്മ അവസാനം വെറും പോലീസായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത്. അല്ല, താൻ എന്താ ഇവിടെ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം. അയ്യോ, എനിക്കതിന് പരാതിയൊന്നുമില്ല. ഞാൻ ഇവരെ ഇറക്കാൻ വന്നതാ. ഇവരോ? ഈ പൂവാലൻ അമ്മാവന്മാരോ? ഇവരാരാ? തന്റെ റിലേറ്റീവ്സാ? അയ്യേ, എന്റെ ആരുമല്ല. പിന്നെ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക. ഏതാ? താടിക്കാരനോ? രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്ന, പിന്നീട് അന്വേഷിച്ചപ്പോഴാ ലോക്കപ്പിലെ പോലീസിലാണ്. അപ്പൊ പൊട്ടനോ? ആളെനിക്കറിയില്ലേ. സാറിന് എന്നെ ഓർമ്മയില്ല? ഇയാളാ. വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിറ്റിങ്ങനൊക്കെ വരണുണ്ട്. കഷ്ടം. അയ്യോ, FIR എഴുതിയ ശേഷം ഇവരെ എങ്ങനെയാ വിടുക? അല്ല, ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടുകിട്ടിയ വീട്ടില് ചപ്പാത്തി ഇഷ്ടമൊക്കെ ഉണ്ടാക്കാൻ ആളില്ലാണ്ട് അച്ഛൻ കാത്തിരിക്ക. ആ കുക്കനെ കൊണ്ടുപോക്കൂ. മറ്റേ പൊട്ടനെ തട്ടി അകത്തിട്ടേക്കട്ടാ. അത്രയ്ക്കൊന്നും വേണ്ട. ഒരു 10-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ഓക്കെ, ശരി. ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പൊക്കോ. ഞാനുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, തന്നോട് ആരാ ഏത്തോടാൻ പറഞ്ഞു? അല്ല, വേഗം ഏത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് പോവാലോ. ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തിരിച്ച് ആംബുലൻസിൽ വീട്ടിലെത്തിച്ചേക്കാം. തുടങ്ങിക്കോ. നടന്നോട്ടെ. പെങ്ങളെ, നമ്മളെ എവിടെ വെച്ച എണ്ണ നിർത്തിയേ? ഞാൻ എണ്ണിയില്ല. എണ്ണിയില്ല അല്ലേ? നമുക്ക് ആദ്യം മുതിയം തുടങ്ങാം. 1, 2, 3. ആ നേരം നാവില് സരസ്വതി വിളയാടിയതുകൊണ്ടാ അപ്പൊ കുക്കാന്ന് പറയാൻ തോന്നി. അതുകൊണ്ട് മറിയാമ്മയുടെ മുമ്പില് എന്റെ മാനം പോയില്ല. എന്തിനാ ഞാൻ അച്ഛനെ ചീത്ത പറയണേ? എല്ലാം എന്റെ തെറ്റാ. ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ എന്ന് കരുതി കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയതാ കുഴപ്പമായത്. എന്റെ പൊന്നു പവി, നിന്നോട് ഞാൻ 10 പ്രാവശ്യം പറഞ്ഞല്ലോ, ആ നാരായണനെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. അതാ നാരായണേട്ടനുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ. എന്താ മിണ്ടാത്ത്? വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛാ, നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൂട്ട്. വേണ്ട, അത് വിട്. നമ്മുടെ ജയലളിത, ശശികലയാണല്ലോ കൂട്ട്. എന്തിന് കെ കരുണാകരൻ, കെ മുരളീധരനാ കൂട്ട്. ഇതാ ഇപ്പൊ പോരാത്തതിന് പത്മജയും. അച്ഛനിപ്പോ ഇവരെ പോലെ വലിയ മഹാനാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ ഇങ്ങനെ വഷളായി തുടങ്ങിയ അത് കണ്ടല്ലേ ഞാനും പഠിക്കണത്. ഞാനും വഷളായി പോവില്ലേ? ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം. അച്ഛന്റെ വെറും 28ാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത്. പക്ഷെ ഞാനോ ജനിച്ച അന്ന് മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ. അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ മോനെ, മുഴുവനും കേൾക്കണ്ട, കുറച്ചെങ്കിലും. വല്ലപ്പോഴും അച്ഛനൊന്നും ഗുണദോഷിച്ച് നേരെയൊക്കെ സമയം കിട്ടുള്ളൂ. അത് സമ്മതിക്കില്ല. അപ്പോഴേക്കും എവിടെന്നെങ്കിലും ആരെങ്കിലും ശല്യപ്പെടുത്താനായിട്ട് കേറിക്കോളൂ. അവിടെ തന്നെ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. നാരായണേട്ടൻ, ഇന്ന് കണ്ടതേ ഇല്ലല്ലോ. പകലൊക്കെ എവിടെയായിരുന്നു? ഞാൻ സൗത്ത് അമേരിക്കയിലായിരുന്നു. ഇന്ന് കാലത്ത് ട്രിവാൻഡ്രം മേലും ഇങ്ങോട്ട് പോകുന്നു. എന്തേ? അല്ല, വരുന്ന വഴിക്ക് ഗണപതി കോവിലിൽ കയറിയിരുന്നോ? ഏത്തോട്ടൊക്കെ അതിന്റെ മുട്ടൊക്കെ പൊട്ടിയിരിക്കുന്നു. നീ പോടാ മൂക്രാഞ്ചി മോറ. നിന്റെ തന്തയ്ക്ക് ഞാൻ പറയാത്തതേ, നിന്റെ തന്ത എന്ന് പറയുന്ന എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അതുകൊണ്ടാ അയാളെ വിളിക്കാൻ സംസാരിക്കണം. വിളിക്കൊന്നും വേണ്ട. ഞാൻ അച്ഛനെ ചീത്ത കൂട്ടിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നീ എന്താ ഇവിടെ? എടാ, ഞങ്ങൾ ഒന്നിച്ച് സിംഗപ്പൂർ ഉണ്ടായിരുന്നപ്പോ കൃഷ്ണൻകുട്ടി മേനോൻ എന്ന് പറയുന്ന നിന്റെ തന്ത എത്രയും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. നിന്റെ കൂടെ എന്ന് കൂടി അന്ന് മുതൽ ഇയാൾ ഇത്രയും വൃത്തിയായിട്ടോനായി പോയത്. നീ മാറി, ഞാൻ ഒന്ന് കാണട്ടെ. വീടിന്റെ അകത്തേരെ അടിച്ചിട്ട് ഞാൻ. മോനെ, നീ നിന്റെ അച്ഛനെ പൂശിയ? പൂശും. മക്കളായ അച്ഛന്മാരെ പൂശും, തല്ലും, ശാസിക്കും, കൊല്ലും. അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. ആരുടെ? അച്ഛന്മാരുടെ.
പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല എന്ന് കേട്ടിട്ടുണ്ടോ മിസ്റ്റർ നാരായൺ? ഹേയ് അങ്ങനെയല്ലല്ലോ ആ പഴഞ്ചൊല്ല്. തള്ള ചവിട്ട പിള്ളക്ക് കേട്ടില്ലെന്നല്ല. അതൊക്കെ പണ്ട്. അപ്പൊ ഇപ്പൊ അത് മാറ്റിയാ? മാറ്റി. പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല, മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. ഇനി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് കുടുംബത്തിൽ കയറിയിട്ടുണ്ടല്ല, ഞാനപ്പ SI മറിയാമ്മയെ വിളിക്കും. ഹേയ് നീ എന്തിനാ മറിയാമ്മയെ വിളിക്കണേ? ലോകത്തുള്ള സകല സ്ത്രീ പീഡന കേസുകൾ നിങ്ങളുടെ തല കെട്ടിവെക്കാൻ പോലീസിലുള്ള എന്റെ ഹോൾഡ് എന്താണെന്നറിയോ മിസ്റ്റർ നാരായൺ? ഞാനിപ്പോ മറിയാമ്മയെ വിളിക്കണോ അതോ നാരായണേട്ടൻ പോണോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മറിയാമ്മയെ വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. നീ മറിയാമ്മയെ വിളിച്ചോ, ഞാൻ പോയിക്കോളാം. നിനക്ക് സന്തോഷായില്ലേ? ചെക്കൻ കൈ വിട്ടു പോയിട്ടോ. ആരായിരുന്നല്ലേന്നറിയോ? ആത്മാർത്ഥതയുള്ള ആ കൂട്ടുകാരൻ. എന്തേ ആത്മാർത്ഥതയുള്ള ഈ കൂട്ടുകാരൻ പോണില്ലേ? ചെല്ല്, മറിയാമ്മയുടെ നൈറ്റ് ഡ്യൂട്ടി കൂടി സുഭിക്ഷാവട്ടെ. ഈ നാരായണേട്ടനെ കിട്ടിയത് പോരാന്നുണ്ടാ? ഇന്ന് ഇയാളെ ഞാൻ അവിടെ ഇരി, തീർന്നിട്ടില്ല. ബാക്കി വന്നിട്ട് തന്നെ തരണുണ്ട്. അമ്മ ഒന്നുമില്ല കൊല്ലും. ചേട്ടനായിരുന്നോ? എന്താണ് ഇത്? ഒരാള് തലക്കടിക്കാൻ വടിയും കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കണ്ടിട്ടും മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താന്ന്? അതോ ഇനി തല്ല് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ? അയ്യോ എന്റെ പൊന്നെടത്ത് എനിക്ക് ആള് മാറിപ്പോയതാ. ആ നാരായണേട്ടൻ പിന്നെയും ഒന്ന് പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ചാ. എന്താ മക്കളെ ഉണ്ടക്കണ്ണൊക്കെ വിളിച്ചേക്കണേ? അപ്പൂപ്പനകത്ത് കാത്തിരിക്കാ. ചെല്ലി കഥയൊക്കെ പറഞ്ഞുതരും. ചെല്ല് വായട്ടെ. എന്റെ അടുത്ത് ഇനി പ്രത്യേകം ക്ഷണിക്കണം. വാ വാ അപ്പൂപ്പന്റെ സുന്ദര കുട്ടികൾ ഓടി വാ. ഗിരിജയുണ്ടോ? എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ ഇറങ്ങണമെന്ന് തോന്നാൻ? അവിടെ ഇരിക്കപ്പുറത്തി ഇല്ലാത്തതുകൊണ്ട് എന്നെ ഇറങ്ങിയത്. ഓരോ പെണ്ണുങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവാ. എന്താ ഗിരിജ, എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? അത് അച്ഛനാ പറയേണ്ടത്. ചോദിക്കേ. എന്താടാ? എന്താ ഏട്ടാ? എന്താ ഇത്ര പേടി? അവിടുന്ന് വലിയ ആളായിട്ട് ഇറങ്ങിയതല്ലേ, വാ തുറന്ന് ചോദിക്കരുതോ? ചോദിക്കാം. അച്ഛാ, വേറൊന്നുമില്ല. ഇന്ന് ആർട്സ് കോളേജിന്റെ മുമ്പിൽ വെച്ച അച്ഛനെയും നാരായണനെയും പോലീസ് അറിഞ്ഞുവല്ലേ? ആരാ പറഞ്ഞേ? കോളേജിൽ ഒരുപാട് സ്റ്റാഫും സ്റ്റുഡൻസും ഒക്കെ എന്റെ ബ്യൂട്ടി പാർലറിലെ കസ്റ്റമേഴ്സാ. അറിയാമോ? അവിടെ എന്ത് നടന്നാലും ഇവളറിയും. ഓ എന്തൊരു മണ്ടികളാച്ച പെണ്ണുങ്ങള്. ഏട്ടത്തി കേട്ടത് ശരിയാ. പക്ഷേ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തൊന്നുമല്ല, ലിഫ്റ്റ് കൊടുത്തതാ. പിടിച്ചു വലിച്ച് ജീപ്പി കയറ്റിയാണോ ലിഫ്റ്റ് കൊടുക്കുന്നത്? അതെ. അച്ഛൻ മടിച്ചെന്നാ പിന്നെ പിടിച്ചു വലിക്കാതെ. അല്ല ഈ SI മറിയാമെന്ന് പറഞ്ഞ ആരാ? നമ്മുടെ വേലിക്കകത്ത് തോമാച്ചേട്ടന്റെ മോളാ. അച്ഛനെ 17 വർഷം കഴിഞ്ഞ് കാണണേ. ഏത് മറിയാമ്മ, ഏത് തോമാ ചേട്ടൻ? കല്യാണം കഴിച്ചതിന് ശേഷം ചേട്ടന് ഭയങ്കര മറവിയാ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഫീസ് കൊടുക്കാനുള്ള കാശെടുത്ത് സിനിമ കണ്ടപ്പോ ഈ തോമസ് ഏട്ടൻ ഫീസ് തന്നത് മറന്നോ? തന്ന ഫീസിന് നന്ദി വേണം ചേട്ടാ, നന്ദി വേണം. ഓഹോ, ആ തോമാ ചേട്ടൻ. ഞാൻ 2-3 തവണ ഫീസ് കൊടുക്കാതെ ക്ലാസ്സിന് വെളിയിലായതുകൊണ്ട് ഏത് തോമാ ചേട്ടൻ എന്നുള്ള കാര്യം മറന്നു. ഈ ഫീസ് തന്ന തോമാ ചേട്ടൻ ഇപ്പൊ ഫ്യൂസ് ആയോ അതോ ജീവിച്ചിരിപ്പുണ്ടോ? അന്നേ അങ്ങേര് കുറച്ച് ഓവറായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗിരിജ, നമ്മൾ കേട്ടതിൽ എന്തോ കുഴപ്പമുണ്ട്. കുടുംബത്തോടെ നിങ്ങൾ നേരെ ആവത്തില്ലെന്ന് സത്യം ചെയ്തിറങ്ങിയിരിക്കുക. ഒരു കാര്യം ഞാൻ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താനാ ഭാവമെങ്കിൽ ഞാൻ പിള്ളേരെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോവും. വാടി ഇവിടെ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ചേട്ടാ ദയവ് ചെയ്ത് ഇനി ആ നാരായണേട്ടനായിട്ട് ഒരു ഇടപാടും വേണ്ട. അയാൾ അച്ഛനെ കൊണ്ട് ഓരോ കുഴി ചാടിക്കണേ. ഇനി അയാളൊന്ന് ഓഫീസിൽ കയറ്റരുത് കേട്ടോ. ശരിക്കും എന്താ ഉണ്ടായി? നിങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് വന്നേക്ക്, ഞാൻ പോവാ. അയ്യോ, എന്തൊക്കെ പ്രതീക്ഷകളോടെ വളർത്തിക്കൊണ്ടു വന്നതാ. അവസാനം എങ്ങാണ്ട് കിടന്നൊരു പെണ്ണ് വന്ന് ഇടിച്ചു കാണിച്ചപ്പം അവൻ അച്ഛനെയും വേണ്ട കൂടപ്പുറപ്പിനെയും വേണ്ട. ഞാനൊരു1000 പ്രാവശ്യം പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ട, ശരിയാവില്ല എന്ന്. ഇപ്പതേ കണ്ടില്ലേ, മൂക്ക് കയറിട്ട് പിടിച്ചോണ്ട് പോയത്. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു വെച്ചതല്ലേ, ആരോടും പരാതി പറയാനും പറ്റില്ല. എന്തൊരു ഗതികേടാണ് അവന്റെ. പാവം. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാ? ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും. അതൊക്കെ വിട്. അച്ഛന്റെ ഇന്നത്തെ ദിവസം ഞാനും മറിയാമ്മ പോലീസും ഏട്ടനെ ഇടത്തെ കൂടി ബോറാക്കിയല്ലേ. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അച്ഛനൊന്ന് അടിച്ചു പൊളിച്ചോ. എങ്ങനെ എങ്ങനെ ഒന്നും അറിയാത്ത പോലെ അച്ഛനടർ വിട്ട. അച്ഛനടർ വിട്ടോ? എന്നാ പിന്നെ നമുക്ക് നാരായണനെ കൂടെ വിളിക്കാം. നാരായണൻ എന്ത് പറഞ്ഞാലും ഒരു നാരായണൻ. ഇനി അതിന്റെ പേരിൽ വഴക്കൂടൊന്നും വേണ്ട. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കിടന്ന അയാൾ കുറെ ഏത്തോട്ടല്ലേ. നാരായണനെ വിളിച്ചോ, 2 അയാൾക്കും കൊടുക്കുക.